ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നെയിം റിഫ്ലക്റ്റ് ചെയ്യാത്തൊരു പ്രോബ്ലം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇവിടെ GST നമ്പർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ, നെയിം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെയിം ഇവിടെ കൺസൈനി നെയിം മിസ്സിങ് ആകുന്നുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളിവിടെ മാനുവലി ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഒരു എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്, കൺസൈനി GST ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഈ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പം GST ജസ്റ്റ് നിങ്ങളെ മൈ GST ഫ്രം CP എന്ന് പറയുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ട്രേഡ് നെയിം മിസ്സിങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എറർ അടിക്കുന്നത്. ഇപ്പം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ട്രേഡ് നെയിം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഇ-വേ ബില്ലിൻ്റെ അപ്ഡേഷൻ പ്രകാരം ട്രേഡ് നെയിമാണ് അവിടെ ലുക്ക് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നത്. നമുക്കത് പരിഹരിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റെഗുലർ എന്നുള്ളത് മാറ്റി ബില്ല് ഫ്രം ഡിസ്പാച്ച് ഫ്രം എന്നുള്ളത് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് അപ്ലോഡ് ആവും. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നെയിമും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആവും. ഇതിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ GST ആരാണോ ഫയൽ ചെയ്യുന്നത് അവരോട് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളെ GSTയുടെ പോർട്ടലിൽ പോയിട്ട് ട്രേഡ് നെയിം അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ജസ്റ്റ് ട്രേഡ് നെയിം അപ്ഡേറ്റ് ചെയ്ത് തരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. നിങ്ങൾക്ക് റെഗുലർ മോഡൽ തന്നെ ഇ-വേ ബില്ലും കാര്യങ്ങളെല്ലാം അടിക്കാനും പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.